നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്നാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു എൻവയറമെൻറ്റൽ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെ നമുക്ക് പ്ലാസ്റ്റിക് പൊള്യൂഷൻ കുറയ്ക്കാം, എങ്ങനെ എൻഡിങ് ദ പ്ലാസ്റ്റിക് പൊള്യൂഷൻ എന്നതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് നമ്മുടെ എൻവയറമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം, എർത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. 2025 ഏപ്രിൽ 22 വേൾഡ് എർത്ത് ഡേ ആണ്. ഈ വർഷത്തെ ചിന്താവശ്യം എന്ന് പറഞ്ഞെങ്കിൽ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ എർത്തിൽ നിന്ന് കിട്ടുന്ന പവർ ഉപയോഗിച്ച്, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പ്ലാനറ്റിനെ നമ്മുടെ എർത്തിനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാം, എങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിങ് കുറയ്ക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വർഷം ചിന്തിക്കുന്നത്. എങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ പറയും ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. എന്താണ് ഈ ഗ്ലോബൽ വാർമിങ്, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് കാർബൺ ഫുട് പ്രിൻറ്റ് കൂടുന്നു, അല്ലെങ്കിൽ ഗ്രീൻ ഗ്യാസ് എമിഷൻ കൂടുന്നു എന്നുള്ളത്. അപ്പം ഗ്രീൻ ഗ്യാസ് എമിഷൻ അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ആക്ഷൻ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഗ്യാസിനാണ് പറയുന്നത് ഈ കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞെങ്കിൽ. അപ്പോൾ അത് ഗ്ലോബലി അത് പറയുന്നത് 4 ടണ്ണാണ് ഒരു ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 16 ടണ്ണാണ് ഒരു അമേരിക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ. അതിനെ കുറയ്ക്കുക, അത് 16ൽ നിന്ന് 2 ആക്കുക, അല്ലെങ്കിൽ 4ൽ നിന്ന് 2 ആക്കി കുറയ്ക്കുക ആണ് ചെയ്യേണ്ടത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുവാൻ വേണ്ടി. 2050 16 ടണ്ണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഫുട് പ്രിൻറ്റിൽ നിന്ന് അത് 2 ടണ്ണ് കാർബൺ ഫുട് പ്രിൻ്റ് ആക്കി കുറയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു എയിമായി പറയുന്നത്. എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുന്നതിന് മുമ്പിലായി നമ്മൾ അറിയണം നമ്മുടെ എന്തൊക്കെ ആക്ഷൻ കൊണ്ടാണ് ഈ കാർബൺ ഫുട് പ്രിൻറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രീൻ ഗ്യാസ് എമിഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണമല്ലോ. എങ്ങനെയൊക്കെയാണ് ഈ ഗ്രീൻ ഗ്യാസ് എമിഷൻ നടക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം എങ്ങനെയാണെന്ന്. ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പെട്രോൾ കാറുകൾ, ഡീസൽ കാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബസ്, റെയിൽ, നമ്മുടെ ഫ്ലൈറ്റ്, അങ്ങനെയുള്ള എല്ലാ പെട്രോളിൻ്റേതും ഡീസലിൻ്റെയും ഉപയോഗങ്ങൾ കൊണ്ട് ധാരാളമായി ഗ്രീൻ ഗ്യാസ് എമിഷൻ നടക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു മെയിൻ ഗ്യാസ് എമിഷൻ്റെ കാരണമെന്ന് പറഞ്ഞെങ്കിൽ ഈ ഡയറി ഫാമിങ്ങും പോൾട്രി ഫാമിങ്, മീറ്റ് പ്രോസസ്സിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്തതായിട്ട് നടക്കുന്ന ഒരു ഗ്രീൻ ഗ്യാസ് എമിഷൻ്റെ കാരണം. 1.9% ഓഫ് ദ ഗ്രീൻ ഗ്യാസ് എമിഷൻ ഈസ് ബീൻ പ്രൊഡ്യൂസ് ഫ്രം ദ അഗ്രികൾച്ചർ ഫാമിംഗ് അല്ലെങ്കിൽ ഡയറി ഫാമിംഗ്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന ഗ്രീൻ ഗ്യാസ് എമിഷനാണ്. അതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? അത് ഗ്യാസ് കുക്കിങ്ങുകൾ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഗ്യാസ് ഹീറ്റിങ്ങുകളുണ്ട്, വുഡ് ബേണിങ്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിൽ നിന്നാണ് അടുത്തതായിട്ടുള്ള ഗ്രീൻ ഗ്യാസ് എമിഷൻ നടക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എങ്ങനെ നമുക്കതിനെ കുറയ്ക്കാൻ സാധിക്കും, എങ്ങനെ നമുക്കതിനെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് പ്രൊഡക്ഷൻ, ഗ്യാസ് എമിഷൻ കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും. ഈ ന്യൂസിലൻഡിൽ നമ്മൾ 44% പ്രൈമറി എനർജി സോഴ്സുകളും റിന്യൂവബിൾ എനർജി സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ റിന്യൂവബിൾ സോഴ്സ് എനർജി എന്ന് പറഞ്ഞെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞെങ്കിൽ വിൻഡ് ഒരു മെയിൻ സോഴ്സ് ഓഫ് എനർജിയാണ്. ന്യൂസിലൻഡിൽ വിൻഡ് മില്ലുകൊണ്ട് പ്രവർത്തിക്കുന്ന വളരെയധികം ഫാക്ടറികളും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് വിൻഡ് ഉപയോഗിക്കാവുന്ന ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അടുത്തതായിട്ട് കിട്ടുന്ന നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എ ബ്രൈറ്റ് ഡേ ഔട്ട് സൈഡ് എന്ന്. അപ്പോൾ നമ്മൾ കിട്ടുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുമ്പോൾ ആ സോളാർ എനർജി നമ്മൾ ഉപയോഗിക്കാം. ന്യൂസിലൻഡിലല്ല, എല്ലായിടത്തും നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞെങ്കിൽ സോളാർ എനർജിയാണ്. നമുക്ക് ആ സോളാർ എനർജി ഉപയോഗിച്ച് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനും, നമുക്ക് വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാവുന്ന ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇനി അടുത്തതായിട്ടുള്ളത് ഹൈഡ്രോ എനർജി, അതായത് വാട്ടർ കൊണ്ട് കിട്ടുന്ന എനർജി. നമ്മൾ 57% എനർജി ഇൻ ന്യൂസിലൻഡ് ഈസ് പ്രൊഡ്യൂസ് ഫ്രം ദ ഹൈഡ്രോ സോഴ്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ളത് ജിയോ തെർമൽ എനർജി. ഇനി ന്യൂസിലൻഡ് എന്ന് പറഞ്ഞെങ്കിൽ ടിക്ടോണിക് പ്ലേറ്റിൻ്റെ ഇൻ ബിറ്റ്വീൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം ജിയോ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ജിയോ തെർമൽ എനർജി നമുക്ക് ഡെയിലി യൂസിന് വേണ്ടി, നമ്മൾ ബിസിനസ്സിന് വേണ്ടി, ഇൻഡസ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിൽ ഗ്രീൻ ഹൈഡ്രജനും ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് കേട്ടോ. ഇപ്പം ന്യൂസിലൻഡ് നമുക്കറിയാം ഹൈഡ്രജൻ ബസ്സുകളുണ്ടല്ലേ. അടുത്തതായിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞെങ്കിൽ ബയോമാസ്. കോൾ നമ്മൾ ബയോമാസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ ബയോമാസ് ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ആക്ഷൻസ് ഫോർ എ ഹെൽത്തി പ്ലാനറ്റ്. സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സേവ് ദി എനർജി അറ്റ് ഹോം. അപ്പോൾ നമ്മുടെ യൂസ് കഴിയുമ്പോൾ നമ്മൾ എനർജി, അത് ലൈറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും ഓരോ ഉപകരണങ്ങളാണെങ്കിലും നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു മസ്റ്റാക്കി എടുക്കുക. അതാണ് ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് എനർജി നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സോളാർ സൗകര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സോളാർ സിസ്റ്റം വെക്കുവാൻ നോക്കുക. നന്നായിട്ട് സബ്സിഡി കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഈ സോളാർ എനർജി വെക്കുന്ന സിസ്റ്റം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കുക, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കൺസിഡർ യുവർ ട്രാവൽ. അതായത് നമുക്ക് പോകേണ്ട ദിവസം എല്ലാ ദിവസവും നമ്മൾ ഒരു സ്ഥലത്തേക്ക് തന്നെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ബൾക്കായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ബൾക്കായിട്ട് തന്നെ വാങ്ങിച്ച് വെക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ദൂരമാണെങ്കിൽ നമുക്ക് നടന്നു പോകാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കാർ പൂളിങ് ചെയ്യാം. അത് അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ വണ്ടികൾ നമുക്ക് ഒരു ഇലക്ട്രിക് വണ്ടികൾ അല്ലെങ്കിൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വണ്ടികളാക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്ലാനറ്റിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ചേഞ്ച് ഇൻറ്റു ഇലക്ട്രിക് വെഹിക്കിൾ, അത് നമുക്കൊരു നല്ലൊരു കാര്യം തന്നെയായിരിക്കും. നമുക്ക് നമ്മുടെ പ്രൊഡ്യൂസുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഫാർമേഴ്സിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനറ്റിന് ചെയ്യുന്ന ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ഗ്രീൻ ഗ്യാസ് എമിഷൻസിൻ്റെ ഒരു നല്ല ശതമാനം വരുന്നത് മീറ്റ് പ്രൊഡ്യൂസിങ്ങിൽ നിന്നും ഡയറി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസിങ്ങിൽ നിന്നാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോർ വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ, നമ്മൾ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പോവുകയാണെങ്കിൽ, ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം നമ്മൾ നോൺ വെജ് കഴിക്കുന്ന ഒരാളായി മാറുകയാണെങ്കിൽ നമ്മളെ ഈ ഗ്രീൻ ഗ്യാസ് എമിഷൻ കുറയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റേജ് കുറയ്ക്കുക. ഈ വേസ്റ്റ് പ്രൊഡക്ഷൻ, ഈ വേസ്റ്റേജ് കുറയ്ക്കുകയാണെങ്കിൽ ഈ വേസ്റ്റേജ് കളക്ഷനും അതുപോലെ തന്നെ വേസ്റ്റേജ് ഡിസ്പോസിനും എല്ലാം ഒരു നല്ല തുക തന്നെ വരികയാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയൺമെൻറ്റ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. നമ്മൾ ഓർക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ ഓർക്കുന്നത് അതൊരു ഗവൺമെൻറ്റിൻ്റെ പണിയാണ്, അല്ലെങ്കിൽ എൻ്റെ പണിയല്ല, എനിക്ക് വേറെ ജോലിയുണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ മെൻറ്റാലിറ്റി. എന്നാൽ ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ കാണുന്ന രണ്ട് ആൾക്കാരെ ഞാൻ ഇവിടുത്തെ അടുത്ത ഒരു സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ കാണാവേ, 2 പേര് അവർ റിട്ടയർഡ് ആൾക്കാരാണെന്ന് തോന്നുന്നു. അവരെന്നും രാവിലെ പോകുമ്പോൾ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കവറോ എന്തെങ്കിലും കാണും കേട്ടോ. അപ്പോൾ അവരെന്നും പോകുമ്പോൾ അവരെന്തൊക്കെ പിറക്കിയെടുക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് ഒരു ദിവസം ഞാൻ അവരെ നന്നായിട്ട് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആ 2 സ്ട്രീറ്റുകൾ, അവർ നടക്കുന്ന 2-3 സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ, ആ സ്ട്രീറ്റ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അവർ നടക്കുന്ന വഴിക്ക്, അവർ നടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്കാണ്. രാവിലെ 7 മണിക്ക് നടക്കാൻ പോകുമ്പം ഒരു കപ്പിളാണ് നടക്കാൻ പോകുമ്പോൾ 2 പേരും ഈ നിലത്ത് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ എടുത്തുകൊണ്ട് പോയി ഈ എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എൻവയൺമെൻറ്റ് ക്ലീൻ ആയിട്ട് നോക്കുവാൻ വേണ്ടി. നല്ല എൽഡർലി കപ്പിളാണ്, അവർ റിട്ടയർഡ് ആയിട്ടുള്ള കപ്പിളാണ്. അവർ വളരെ ഒരു നല്ല കാര്യമാണ് അവർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയത്. എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാണുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവർ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിപ്പോയത് കണ്ടപ്പോൾ. അവർ ഇത്ര നന്നായിട്ട് ചെയ്യുന്നുവല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകും, നമുക്ക് കാണാം ഓരോ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മളൊന്ന് നോക്കണം എന്താണ് ചെയ്യുന്നത്. അവർ ഡീഫോറസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഓർഗനൈസേഷനാണോ? അവരെന്താണ് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്ന മണി എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് വേണം നമ്മളവരെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി. എനിക്ക് യൂത്തിനോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, അവർ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ സ്പീക്കപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് ആലോചിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുക എന്നുള്ളതും കൂടെയാണ് എനിക്ക് യൂത്തിനോട് പറയാനുള്ള അടുത്തതായിട്ടുള്ള കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്ന് വെച്ചെങ്കിൽ വേൾഡ് എർത്തിനെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് 2-3 കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.